നമസ്കാരം. ത്രികോണപ്പോരിൽ തിളച്ചുമറിയുന്ന പാലക്കാട് നാളെ വിധിയെഴുതുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ തുടങ്ങിയതാണ് വിവാദങ്ങളും പോർവിളികളും. അത് ഇന്നും അവസാനിച്ചിട്ടില്ല. ഇതിൽ ഏതെല്ലാം വിഷയങ്ങൾ ഏതൊക്കെ മുന്നണികൾക്ക് അനുകൂലമായി പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെ അറിയാൻ 23 വരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. 3 മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന പാലക്കാട്ടെ അവസാന അടിയൊഴുക്കുകളുമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ പാലക്കാട് തുടരുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ വി അരുൺ ചേരും. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായ മഹാരാഷ്ട്ര വിധിയെഴുതുകയാണ് നാളെ. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ 2ാം ഘട്ട വോട്ടെടുപ്പും നാളെയാണ്. മുൻ വർഷങ്ങളിലെ കണക്കുകളും നിലവിലെ വിഷയങ്ങളുമായി കിരൺ ബാബു എത്തും. ആദ്യം പാലക്കാട്ടെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. സ്വാഗതം ഒരിക്കൽ കൂടി 2-3-3 പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് ചെയ്താൽ നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംശയത്തിലുള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കി അതാത് ബൂത്തുകളിൽ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യ ഭരണാധികാരി ജില്ലാ കലക്ടർ എസ് ചിത്ര AS ന്യൂസ് 18 പറഞ്ഞു. വ്യാജ വോട്ടർമാരെ ബൂത്തിൽ തടയുമെന്നായിരുന്നു CPMന്റെ പ്രഖ്യാപനം. ഇരട്ട വോട്ട് ആരോപണത്തിൽ തീപാറുന്ന വിവാദം നടന്ന ശേഷമാണ് പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. സമീപ മണ്ഡലങ്ങളിൽ നിന്ന് പലരെയും പാലക്കാട്ടേക്ക് ചേർത്തിട്ടുണ്ട് എന്നായിരുന്നു ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യ വരണാധികാരി ഓർമ്മിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വ്യാജ വോട്ട് ആരോപണം വന്നേക്കാവുന്ന ആളുകളുടെ വിവരങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ എത്തിയാൽ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. അത് അവർക്കെതിരെയുള്ള എവിഡൻസ് ആണ്. പിന്നീട് ഇങ്ങനെയുള്ള ഓരോ കേസിലും നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെയും വോട്ട് ചെയ്തവർക്കെതിരെയും കൃത്യമായിട്ട് അന്വേഷണം നടത്തും. അത് തെളിഞ്ഞാൽ അവർക്ക് 1 വർഷം തടവും പിഴയും അടങ്ങുന്ന ശിക്ഷ ഉണ്ടാകും. ഇരട്ട വോട്ട് തടയുമെന്നായിരുന്നു CPM പ്രഖ്യാപനം. നടപടിയെടുക്കുമെന്ന കളക്ടറുടെ നിലപാടിനെ ഇപ്പോൾ CPM വിശ്വസിക്കുകയാണ്. ഈ വ്യാജ വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുടെ കയ്യിലുണ്ട്. ആ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കലക്ടർ അതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ കലക്ടറേറ്റ് മാർച്ചിന്റെ ഭാഗമായി കൊടുത്ത മെമ്മോറാണ്ടം സമർപ്പിക്കുന്ന വേളയിൽ കലക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇരട്ട വോട്ടിൽ കോൺഗ്രസിന്റെയും BJPയുടെയും നിലപാട് ഇതാണ്. BJPയും CPMും പരമാവധി വ്യാജ വോട്ടർമാരെ ചേർത്തോട്ടെ. അതിപ്പം മന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇരട്ട വോട്ട് ചേർത്തത് പ്രധാനമായിട്ടും UDF, അതിനെല്ലാ സഹായം ചെയ്തു കൊടുത്തത് LDF. ഇതിൽ ഞങ്ങൾ കക്ഷിയല്ല. പാർട്ടികൾ ശക്തമായ നിലപാടെടുത്തതോടെ ബൂത്തുകളിൽ സംഘർഷമുണ്ടാകുമോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷ ഒരുക്കാനാണ് നീക്കം. ന്യൂസ് 18 പാലക്കാട്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് സന്ദീപ് വാര്യരെ ചാരി ഇടതുമുന്നണിയുടെ ആക്രമണം. സന്ദീപ് മുൻപ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ പത്ര പരസ്യമാക്കിയ LDF ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമാക്കി ഇത് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചുമൂടുക, കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർക്കുന്നവർ വെറും കീടാണുക്കൾ. നിങ്ങളെയൊക്കെ ആര് കണക്ക് കൂട്ടുന്നു? എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം? ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിലും നടപ്പാക്കും. ഇതൊക്കെയാണ് സന്ദീപിൻ്റെ പഴയ പ്രസ്താവനകളായി പരസ്യത്തിലുള്ളത്. ഒപ്പം സന്ദീപിൻ്റെ കാക്കി നിക്കറിലുള്ള പടവുമുണ്ട്. സുപ്രഭാതം, സിറാജ് എന്നീ പത്രങ്ങളുടെ 1ാം പേജിലാണ് പരസ്യം. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ RSS ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോഴും ആരുടെ നിയന്ത്രണത്തിലാണ്? ആദ്യം ഒന്നമ്പരുന്ന കോൺഗ്രസ് ക്യാമ്പ് താമസിയാതെ പ്രത്യാക്രമണം തുടങ്ങി. സന്ദീപ് വാര്യർ ഇതൊന്നും താൻ പറഞ്ഞതല്ലെന്ന് അവകാശപ്പെട്ടു. ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ. പരസ്യത്തിൽ നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിങ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. 1. 2, CPMന്റെ കുണ്ടന്നൂർ MLA ആയിരുന്ന സ്വരാജ് നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന വാചകം ഞാൻ കടമെടുത്തത് സംബന്ധിച്ച് അതും എന്റെ തലയിൽ ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പരസ്യം കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ,
ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേസെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാരാരൊക്കെയാ? ഒന്ന് യോഗി ആദിത്യനാഥ്, 2 യോഗി പിണറായി വിജയൻ. ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ മുൻകാല ചെയ്തികളാണ് എടുക്കേണ്ടതെങ്കിൽ ശ്രീ OK വാസുവിൻ്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിനെ ഓഡിറ്റ് ചെയ്തത്? എന്തുകൊണ്ട് മുസ്ലിം സമുദായ സംഘടനകൾ നടത്തുന്ന പത്രങ്ങളിൽ മാത്രം പരസ്യം എന്നതിന് CPM ന്യായം ഇതാണ്. ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനിയിൽ ആ പരസ്യമില്ല. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ്. അപ്പം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക. CPM പോലത്തെ ഒരു പാർട്ടിയെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സുപ്രഭാതത്തിൽ വന്ന LDFന്റെ പരസ്യവുമായി ബന്ധമില്ല എന്ന് സമസ്ത. ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ലെന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പാലക്കാട് നാളെ ജനവിധി ഉണ്ടാവുകയാണ്. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുന്നത്. 1,94,706 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ അരുൺ പാലക്കാടുണ്ടല്ലോ. അരുൺ കരുതുന്നത് എന്താണ്? ഈ വോട്ടർമാരുടെ മനസ്സിലേക്ക് മുന്നണികളുടെ ഈ വോട്ടഭ്യർത്ഥനയുമായി എത്തുമ്പോൾ, അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും അവിടെ ഇമ്പാക്റ്റ്ഫുള്ളായി വരിക? സാധാരണഗതിയിൽ എന്തോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി കൃത്യമായി വായിച്ചുമൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ വാർത്തകൾ കണ്ടുമൊക്കെ അറിയുമ്പോഴൊക്കെ വളരെ കൃത്യമായ അതിനൊരു ഏകദേശ ചിത്രം നമുക്ക് ബോധ്യമാകും. പക്ഷേ പാലക്കാട് ഈ 1 മാസത്തോളമായി നമ്മളിവിടെ ഉണ്ട്. പാലക്കാട് ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പൽ ഏരിയയിലും ഒക്കെ നമ്മൾ റിപ്പോർട്ടിങ്ങിനായി പോയിട്ടുണ്ട്. 3 രാഷ്ട്രീയ പാർട്ടികളുടെയും 3 മുന്നണികളുടെയും അവകാശവാദങ്ങൾ, അവരുടെ പ്രചരണം ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എന്താണ് പാലക്കാട് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ കഴിയാത്തൊരു അനിശ്ചിതത്വം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുണ്ട്. ഒരുപക്ഷേ അതാകാം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യവും. കാരണം 3 മുന്നണികളും ഒരുപോലെ അവരുടെ വിജയം അവകാശപ്പെടുന്നു. 3 മുന്നണി ഒരുപോലെ അവരുടെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ UDFന് ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. സ്വാഭാവികമായി അവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അവരുടെ സ്ഥാനാർത്ഥി ആദ്യമേ കളത്തിലിറങ്ങി വോട്ട് പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സ്വാഭാവികം അവർക്ക് മേൽക്കൈ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കത് കൃത്യമായി അറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ പിന്നീട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ആയതോടുകൂടി അതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷ ഇടത് കേന്ദ്രങ്ങൾക്കുണ്ടായി, CPMനുണ്ടായി. BJP സ്ഥാനാർത്ഥി ഇവിടെ സ്ഥിരപരിചിതനാണ്, കൗൺസിലർ എന്ന നിലയിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ BJPക്കും വലിയ പ്രതീക്ഷ മണ്ഡലത്തിലുണ്ട്. നിരവധി വിഷയങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ. ഏറ്റവും ഒടുവിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്ന വിഷയം ഈ ന്യൂനപക്ഷങ്ങൾ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ളതാണ്. അതിലേക്ക് വഴിതെളിച്ചതാകട്ടെ സന്ദീപ് വാര്യർ എന്ന BJPയുടെ മുഖമായിരുന്ന ഒരു നേതാവ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതാണ്. കടുത്ത ഹിന്ദുത്വ നിലപാടുള്ള, കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുള്ള ഒരാൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് അവരെ കൈനീട്ടി സ്വീകരിക്കുന്നു. ലീഗ് നേതൃത്വം ഇരുകൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. കൊടപ്പരക്കൽ തറവാട്ടിൽ അദ്ദേഹം എത്തുന്നു. സാദിഖലി തങ്ങളെ കാണുന്നു. പ്രചരണത്തിൽ, അതായത് ഈ റോഡ് ഷോയിലും മറ്റും മുനവർലി ശിഹാബ് തങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരാൾ പൂർണ്ണമായും, അതായത് അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് UDFലേക്ക് വന്ന സ്നേഹത്തിൻ്റെ കടയിലേക്ക് എന്ന സന്ദീപ് വാര്യരുടെയും കോൺഗ്രസിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്ന സന്ദീപ് വാര്യരെ പൂർണ്ണമായും അവർ സ്വീകരിക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നു. പക്ഷേ അവിടെയാണ് ഒരു ടെസ്റ്റ് കൂടി ഉണ്ടാകുന്നത്. ഇടതുമുന്നണി CPM എങ്ങനെയാണ് ഇത്തരത്തിൽ കടുത്ത ഹൈന്ദവ നിലപാടുള്ള, ന്യൂനപക്ഷ നിലപാടുള്ള ആളെ എങ്ങനെ കോൺഗ്രസ് സ്വീകരിക്കും, എങ്ങനെ ലീഗ് അവരെ അംഗീകരിക്കും, എങ്ങനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിം വിഭാഗങ്ങൾ ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കും എന്ന ചോദ്യവുമായി രംഗത്തെത്തിയത്. അതിനൊടുവിൽ അവർന്ന് സിറാജ്, സുപ്രഭാത പത്രങ്ങൾ നൽകിയ ഒരു പരസ്യം കൂടിയാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഈ വിഷയം
വലിയ രീതിയിൽ ചർച്ചയാക്കാൻ ഇടതുമുന്നണി ആഗ്രഹിക്കുന്നു. BJP ആകട്ടെ സന്ദീപ് വാര്യർ RSSൽ നിന്ന് BJPയിൽ നിന്ന് പോയാലും അതിന് RSS മനസ്സ് മാറില്ലെന്ന് VV രാജേഷിനെ പോലുള്ള നേതാക്കൾ പറയുന്നു. K. സുരേന്ദ്രൻ എല്ലാ ആശംസയും പറഞ്ഞതിനപ്പുറത്തേക്ക് 23 ശേഷം കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ഒരു പരോക്ഷമായ വിമർശനം സന്ദീപ് വാര്യർക്ക് ഉന്നയിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇരട്ട വോട്ട് വിവാദത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് നാളെ വോട്ട് ചെയ്യാൻ തടയുമെന്ന് സൂചന ഇടതുമുന്നണി നൽകുന്നു. വ്യാജ വോട്ടുള്ള ആരും ചെയ്യില്ലെന്ന് കളക്ടർ ഉറപ്പ് നൽകുന്നു. അങ്ങനെ ഇരട്ട വോട്ട് വിവാദവും ഈ ഘട്ടത്തിൽ ശക്തമായി നിൽക്കുകയാണ്. സരിന്റെ UDF കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്നതിൽ തുടങ്ങിയപ്പോൾ സന്ദീപ് വാര്യരും അതുപോലെ ന്യൂനപക്ഷ വോട്ടും ഒക്കെ ഇവിടെ വലിയ ചർച്ചയായി മാറുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം വാർത്തകൾ, ഇത്രമാത്രം വിവാദങ്ങൾ, ഇത്രമാത്രം ചർച്ചകൾ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ എല്ലാ മുന്നണികളും ഒരേപോലെ പലതരത്തിൽ ഈ ചർച്ചകളിലും വിവാദങ്ങളിലും ഉൾപ്പെടുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ജനഹിതം എന്ത് എന്ന് അത് 23-ന് കാത്തിരിക്കുക തന്നെ വേണം. അതേ നിർവാഹവുമുള്ളൂ. VV അരുണാണ് പാലക്കാടും ചേർന്നത്. നമ്മൾ ഇനി പോവുക മഹാരാഷ്ട്രയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. രണ്ടും മൂന്നും തുടരുകയാണ്. NDAയും ഇന്ത്യ മുന്നണിയും ഏറ്റുമുട്ടുന്ന മഹാരാഷ്ട്രയിൽ നാളെ വിധിയെഴുത്താണ്. ജാർഖണ്ഡിൽ അവസാനഘട്ട പോളിംഗ്. മഹാരാഷ്ട്ര പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. യഥാർത്ഥ ശിവസേനയും NCPയും ഏതെന്ന തർക്കം അതിപ്പോഴും തുടരുമ്പോഴാണ് ജനങ്ങൾ ആർക്കൊപ്പം എന്ന് തെളിയിക്കാനുള്ള അവസരം ഇരു പാർട്ടികൾക്ക് ലഭിക്കുന്നത്. 2086 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. മഹാരാഷ്ട്ര മഹാവിധിക്കൊരുങ്ങുന്നു. 288 സീറ്റുകൾ, 4136 സ്ഥാനാർത്ഥികൾ, 36 ജില്ലകളിലായി 9.7 കോടിയിലധികം വോട്ടർമാർ. പിളർന്ന ശിവസേനയ്ക്കും NCPയ്ക്കും ചില മണ്ഡലങ്ങൾ അഭിമാന വിഷയം. കോപ്രി പച്പഘാടിയിൽ ഏക്നാഥ് ഷിൻഡെ വേഴ്സസ് കേദാർ ദിഗെ. മുംബൈയിലെ വോർലി നിയമസഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരം. ശിവസേന UBTയുടെ ആദിത്യ താക്കറെയെ നേരിടുന്നത് ഷിൻഡെ വിഭാഗത്തിലെ മിലൻ ദേവറയും MNSന്റെ സന്ദീപ് ദേശ്പാണ്ഡെയും. മാഹിമിലും ത്രികോണപ്പോര് തന്നെ. സ്ഥാനാർത്ഥികൾ ശിവസേന UBTയുടെ മഹേഷ് സാവന്ത്, ഷിൻഡെ വിഭാഗത്തിന്റെ സദാ സർവങ്കർ, MNSന്റെ അമിത് താക്കറെ. അജിത് പവാർ വേഴ്സസ് യുഗേന്ദ്ര പവാറാണ് ബാരാമതിയിലെ പോരാട്ടം. അനുശക്തി നഗറിൽ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി സന മാലിക് ശരത് പവാർ വിഭാഗത്തിന്റെ ഫഹദ് അഹമ്മദിനെ നേരിടും. ഷിൻഡെ വിഭാഗം ശിവസേനയുടെ അവിനാഷ് റാണയും കളത്തിലുണ്ട്. BJP കോൺഗ്രസ് പോരാട്ടങ്ങളും സുപ്രധാനം. BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ നാഗ്പൂരിലെ കാംതി നിയമസഭാ സീറ്റിൽ നിന്ന് തുടർച്ചയായി 4ാം തവണയാണ് വിജയം ലക്ഷ്യമിടുന്നത്. മറുവശത്ത് കോൺഗ്രസ് മുൻ നാഗ്പൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബോയാർ. നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ BJPയുടെ ദേവേന്ദ്ര ഫട്നവീസ് വേഴ്സസ് കോൺഗ്രസിന്റെ പ്രഫുൽ വിനോദ് റാവു. സാഗോലിയിൽ BJPയുടെ അവിനാഷ് ആനന്ദ് റാവുവിനെയാണ് മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ അധ്യക്ഷൻ നാനാ പട്ടോളെ നേരിടുന്നത്. ഈ സീറ്റുകളെല്ലാം ദേശീയ പാർട്ടികൾക്ക് നിർണായകം. കൊല്ലപ്പെട്ട മന്ത്രി ബാബ സിദ്ദിഖിയുടെ മകനും NCP നേതാവുമായ ശീഷൻ സിദ്ദിഖി ബാന്ദ്രെ ഈസ്റ്റിൽ ഉദ്ധവ് താക്കറെയുടെ അനന്തരവൻ വരുൺ സർദേശായിക്കെതിരെ കളത്തിലുണ്ട്. NCPയുടെ തൃപ്തി സാവന്തും ഇതേ സീറ്റിൽ മത്സരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി അശോക് ചവാന്റെ മകൾ ശ്രീജയ ചവാനെ നന്ദേഡിലെ ബോക്കർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് BJP ഇറക്കിയിട്ടുണ്ട്. മൻകുത് ശിവജി നഗറിൽ വിവാദ നായകൻ നവാബ് മാലിക് NCP അജിത് പവാർ വിഭാഗത്തിനായി മത്സരിക്കുമ്പോൾ എതിരിടുന്നത് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള ശിവാജി പാട്ടീലും സമാജ്വാദി പാർട്ടിയുടെ അബു ആസ്മിയും. സ്ത്രീകൾക്കായി ഏർപ്പെടുത്തിയ മഹ്ജി ലഡ്കി ബഹീൻ പോലുള്ള ജനപ്രിയ പദ്ധതികളാണ് ഭരണകക്ഷിയായ മഹായുതി നേട്ടമായി ഉയർത്തിക്കാണിക്കുന്നത്. ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ്, സാമൂഹ്യനീതി, ഭരണഘടനയുടെ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മഹാവികാസ് അഘാടി സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPയുടെ ബാട്ടേങ്കെ തോ കാട്ടേങ്കെ, ഏക് ഹേ തോ സേഫ് ഹേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വോട്ടർമാരെ മതപരമായ രീതിയിൽ ധ്രുവീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം വിവാദങ്ങൾക്ക് വഴിവെച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് BJP കോൺഗ്രസിനോട് നോ പറയൂ എന്ന പരസ്യ ക്യാമ്പയിൻ നടത്തിയിരുന്നു. മുംബൈ ഭീകരാക്രമണം പോലുള്ള സംഭവങ്ങളും ആൾക്കൂട്ടക്കൊല പോലുള്ള കാര്യങ്ങളും പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടി. എല്ലാം കേട്ടറിഞ്ഞ മഹാരാഷ്ട്ര വിധി എഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇലക്ഷൻ ഡെസ്ക്, News 18.
ആർ കിരൺ ബാബു കൂടുതൽ വിവരങ്ങൾ നൽകും. നമുക്ക് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും വിവരങ്ങളിലേക്ക് പോകാം. ആദ്യം മഹാരാഷ്ട്രയിലേക്കാണ്. കിരൺ, ഈ മഹാരാഷ്ട്രയിലെ മഹാവിധി, അവിടെ ഒരുപാട് ഘടകങ്ങൾ, യഥാർത്ഥ ശിവസേന ഏത്, NCP ഏത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ തുടരുമ്പോഴും നമുക്ക് പഴയകാല ഈ റെക്കോർഡുകൾ, പഴയകാല ചരിത്രമൊക്കെ എങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നത് പോലും അത്ഭുതകരമാണ്. കാരണം പല ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്നു ഈ നിലവിലുണ്ടായിരുന്ന കണക്കുകൾ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് കിരൺ? എൽദോ, മഹാരാഷ്ട്രയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത കൂടി പറയേണ്ടി വരും. ഈ മാജിക് വാൾ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എല്ലാ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓരോ സ്ഥലത്തും എവിടെ എത്ര മണ്ഡലങ്ങളുണ്ട്, ആ മണ്ഡലങ്ങൾ ഏത് പാർട്ടിയാണ് ജയിച്ചത്, ഓരോ റീജിയണിൽ ഏത് പാർട്ടിയാണ് ജയിച്ചത്, ഇതെല്ലാം വളരെ വിശദമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം കഴിഞ്ഞ തവണ ഏത് പാർട്ടി ജയിച്ച സ്ഥലമാണ്, ആരുടെ സ്ട്രോങ് ഹോൾഡാണ്, OBC സ്ട്രോങ് ഹോൾഡാണോ, ദളിത് സ്ട്രോങ് ഹോൾഡാണോ, മുസ്ലിം പോപ്പുലേറ്റഡ് മേഖലയാണോ, ഇതെല്ലാം അറിയാനുള്ള സംവിധാനമുള്ള നമ്മുടെ മാജിക് വാളാണ്. അതിൻ്റെ ഒരു പ്രാഥമികമായ ഉപയോഗം കൂടിയാണ് കാണിക്കുന്നത്. നമുക്ക് 2009 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 2009 288 സീറ്റുകളാണുള്ളത്. നേരത്തെ മഹാരാഷ്ട്രയിൽ ദീർഘകാലമായിട്ടുള്ള സഖ്യം എന്ന് പറയുന്നത് കോൺഗ്രസും NCPയും ഒരു ഭാഗത്ത് നിൽക്കുന്നു, ശിവസേനയും BJPയുടെ ഏറ്റവും പഴയ അലയാണ്, നാച്ചുറൽ അലൈ എന്നൊക്കെ പറയാവുന്ന പാർട്ടി ശിവസേനയായിരുന്നു. അന്ന് ശിവസേനയും BJPയും ഒരു പക്ഷത്തും NCPയും കോൺഗ്രസും ഒരു പക്ഷത്ത് നിന്ന് മത്സരിച്ചപ്പോൾ 282 കോൺഗ്രസ് NCP സഖ്യമാണ് 2009 വിജയിച്ചത്. 155 സീറ്റുകൾ BJP സഖ്യത്തിന്, BJP ശിവസേന സഖ്യത്തിന് 91 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കേണ്ടതുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് നടന്നത് 2014 2014 തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 2014 തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സഖ്യമാണ്, BJP ശിവസേന സഖ്യമാണ് അധികാരത്തിലേക്ക് വന്നത്. 186 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അധികാരത്തിൽ വന്നത്. കോൺഗ്രസ് NCP സഖ്യം 90ലേക്ക് വന്നു. 2014 എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്ത്യ ആകെ മോദി തരംഗം വീശിയടിക്കുകയും ദേശീയ തലത്തിൽ ഒരു കേന്ദ്ര സർക്കാർ BJPയുടെ നേതൃത്വത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി ഒരു കേന്ദ്ര സർക്കാർ വരികയും ഒക്കെ ചെയ്ത ഘട്ടമാണ്. അന്നാണ് മഹാരാഷ്ട്രയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് 2-3 മാസം കഴിഞ്ഞ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, 6 മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം മഹാരാഷ്ട്രയിലും ഉണ്ടായി. അതിനുശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 2019 അതാണ് ഏറ്റവും സംഭവ ബഹുലമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അതിൻ്റെ ഫലം തുടക്കത്തിൽ ഇങ്ങനെയായിരുന്നു. അവിടെയും മത്സരിച്ചത് BJPയും ശിവസേനയും ഒരു സഖ്യമായിട്ട് നിൽക്കുന്നു, അപ്പുറത്ത് NCPയും കോൺഗ്രസും മറ്റൊരു സഖ്യമായി നിൽക്കുന്നു. പഴയ രീതിയിൽ തന്നെയുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ ഫലം ഇങ്ങനെയായിരുന്നു. 162 സീറ്റോടുകൂടി BJP ശിവസേന സഖ്യം മെജോറിറ്റി നേടുന്നു. കോൺഗ്രസിനും NCP സഖ്യത്തിന് 105ആണ്. BJP സഖ്യത്തിൻ്റെ സീറ്റിൻ്റെ ഒരു കണക്ക് കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ BJP സഖ്യം 105 സീറ്റ് BJPക്ക് ലഭിക്കുന്നു, ശിവസേനയ്ക്ക് 56 സീറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ സഖ്യത്തിൻ്റെത്. മറിച്ച് കോൺഗ്രസിൻ്റെ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് സഖ്യം 105 സീറ്റ് നേടിയപ്പോൾ ആ 105ൽ ശിവസേനയ്ക്ക് NCP ഇതാണ് ശിവസേനയുടെ NCPയുടെയും കോൺഗ്രസിൻ്റെ സഖ്യം. പക്ഷേ ഈ NCP കോൺഗ്രസ് സഖ്യം ആണ് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത്. അത് എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. രണ്ട് സഖ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പക്ഷേ ആ രണ്ട് സഖ്യങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ആ സഖ്യത്തിൽ വിജയിച്ച സഖ്യമല്ല അധികാരത്തിൽ തുടരുന്നത്. തുടക്കത്തിൽ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുന്നെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന ഒരു സഖ്യത്തിലേക്ക് വരികയാണ്. അതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ 2019 റിസൾട്ട്, 2019 ആക്ച്വൽ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. BJP 105, ശിവസേന 56, 161 സീറ്റും, കോൺഗ്രസിന് 44 സീറ്റും, NCPക്ക് 54 സീറ്റും. സ്വാഭാവികമായും ഈ സഖ്യമാണ് അധികാരത്തിൽ വരേണ്ടത്. പക്ഷേ ആ സഖ്യമല്ല അവിടെ അധികാരത്തിൽ വന്നത്. അവിടെ മഹാവികാസ് അഘാഡിയാണ് അധികാരത്തിൽ വന്നത്. അത് അധികാരത്തിൽ വരാനുള്ള കാരണം ശിവസേന ആ സഖ്യത്തിൽ നിന്ന് വിട്ട് കോൺഗ്രസിനും NCPക്കും ഒപ്പം ചേരുന്നു. ശിവസേന മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവുന്നത്. ശിവസേനയും BJPയുമായി കഴിഞ്ഞ കുറേ കാലമായി നിന്ന വലിയ തർക്കങ്ങളെ തുടർന്നാണ്. ഒരു കാലത്ത് BJPയേക്കാൾ വലിയ പാർട്ടി ശിവസേനയായിരുന്നു. പക്ഷേ ശിവസേന പതിയെ ശോഷിക്കുകയും അല്ലെങ്കിൽ ശിവസേന BJP ആ സ്ഥാനത്തേക്ക് വളരുകയും ഒക്കെ ചെയ്തതിനെ തുടർന്നുണ്ടായ വലിയ ഫ്രിക്ഷനും മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ തുടക്കകാലത്തൊക്കെ BJP ശിവസേന സഖ്യത്തിൽ ശിവസേനയുടെ ഭാഗത്തു നിന്നായിരുന്നു മുഖ്യമന്ത്രിയെ നൽകിയത്. പിന്നീടാണ് BJP വലിയ പാർട്ടിയാവുകയും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത് മഹാവികാസ് അഘാഡി 169ലേക്ക് എത്തിയത്. ശിവസേനയുടെ 56, NCPയുടെ 54, കോൺഗ്രസിന് 44, മറ്റുള്ളവരുടെ 15. ചെറിയ പാർട്ടികളൊക്കെ ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിർണായകമാണ്. ആ പാർട്ടികളെല്ലാം ചേർന്ന് 169 സീറ്റുകൾ നേടി. അങ്ങനെ 288 169 സീറ്റോടുകൂടിയാണ് ഈ മഹാവികാസ് അഘാഡി ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ, ഉദ്ധവ് താക്കറെയും ശരത് പവാറും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ചേരുന്ന ഒരു സഖ്യം അധികാരത്തിലേക്ക് വരുന്നു. അതാണ് 2022 ജൂൺ 30-ാം തീയതി അവിടെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാവുന്നു. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത് BJP ശിവസേനയെയും NCPയെയും ഒരേപോലെ പിളർത്തുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് പാർട്ടികളെയും നെടുക പിളർത്തിക്കൊണ്ടാണ്, നെടുക എന്ന് പറഞ്ഞാൽ പോരാ, ഈ രണ്ട് പാർട്ടികളിലെയും ഏകദേശം 3-ൽ
2 MLA-മാരും BJP പക്ഷത്തേക്ക് പോകുന്നു. ശിവസേനയുടെ യഥാർത്ഥ ശിവസേനയുടെ പേരടക്കം ഏക്നാഥ് ഷിൻഡെ, ഉദ്ധവ് താക്കറേക്ക് പേര് നഷ്ടപ്പെടുന്നു. ശരത് പവാറിന് NCPയുടെ പേരടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ മഹായുതി 101 സീറ്റ്, മഹായുതി സഖ്യം 201 സീറ്റിലേക്ക് എത്തുന്നു. BJPയുടെ നേരത്തെയുള്ള 103+, ശിവസേനയുടെ 44 നിന്ന് 38 പേരും ഒരു പക്ഷത്തേക്ക് വരുന്നു. NCPയിൽ നിന്ന് 41 പേർ വരുന്നു. അങ്ങനെയാണ് 201, ബാക്കി ചെറു കക്ഷികൾ കൂടി ചേർന്നുണ്ട്. അങ്ങനെയാണ് 201 സീറ്റോടുകൂടി 2022 ജൂൺ 30 ജൂലൈ മുതലുള്ള കണക്ക് ഇതാണ്. ഈ കണക്കിൽ തന്നെയാണ് ഇപ്പോഴും മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. 2022 ജൂലൈയിൽ മഹാവികാസ് അഘാഡിയുടെ കണക്ക് നോക്കണം. കോൺഗ്രസ് 36, കോൺഗ്രസിൻ്റെ 41 നിന്ന് ആളുകൾ വിട്ടുപോയതല്ല, ചിലർ മരണപ്പെടുകയും രാജിവെക്കുകയും ഒക്കെ ചേർന്നുകൊണ്ടാണ് 4 സീറ്റ് കുറഞ്ഞത്. ശിവസേന UBT, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ്. അവർക്ക് 15 സീറ്റുകൾ മാത്രമാണ് ആ സമയത്ത് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. ശരത് പവാറിനൊപ്പം ഉണ്ടായിരുന്നത് 12 പേർ മാത്രമാണ്. ബാക്കി 41 പേരും അജിത് പവാറിനൊപ്പം BJPയിലേക്കാണ് പോയത്. അതായിരുന്നു, അങ്ങനെയാണ് ഈ മഹാവികാസ് അഘാഡി, ഈ സഖ്യവും മഹായുദ്ധിയും തമ്മിലാണ് ഇത്തവണയും മത്സരം നടക്കുന്നത്. ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായിരുന്നു ഏറ്റവും അവസാനം നടന്ന ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിനെ സംബന്ധിച്ചിടത്തോളം 48 സീറ്റുകളാണുള്ളതെങ്കിൽ അവിടെ BJPക്ക് 23 സീറ്റുകൾ നേടി. ശിവസേന ക്ഷമിക്കേണ്ടത് 2019 കണക്കാണ്. 2019 BJP ശിവസേന സഖ്യം വൻ മുന്നേറ്റമാണ് നടത്തിയത്. 41 സീറ്റുകൾ അവർ നേടിയപ്പോൾ NCPക്ക് 4 സീറ്റും കോൺഗ്രസിന് 1 സീറ്റും മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഇവിടെ നിന്നാണ് ഈ പുതിയ സഖ്യം വരുന്നത്. ആ പുതിയ സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ആ 48-ൽ കോൺഗ്രസ് 1 സീറ്റ് നേടിയ കോൺഗ്രസ് 14 സീറ്റിലേക്ക് വളരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. മഹാരാഷ്ട്രയിൽ പണ്ട് എങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന ആ ഒരു വളർച്ചയുടെ ഒരു പടിയിലേക്ക് അവർ എത്തുന്നു. 14 സീറ്റ്. അവിടെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 9 സീറ്റുകൾ നേടുന്നു. അവിടെ NCP ശരത് പവാർ വിഭാഗം 8 സീറ്റുകൾ നേടുന്നു. അങ്ങനെ 48-ൽ 31 സീറ്റും ഇന്ത്യ മുന്നണി നേടുന്നു. ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച വലിയ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സംസ്ഥാനം കൂടിയായിരുന്നു മഹാരാഷ്ട്ര. BJP സീറ്റ് 9ലേക്ക് താഴ്ന്നു. നമ്മൾ നോക്കണം, BJP 23-ൽ നിന്നാണ് 9ലേക്ക് താഴ്ന്നത്. ശിവസേന 18 ഉണ്ടായിരുന്നിടത്ത് 7ലേക്ക് വരുന്നു. NCP അജിത് പവാർ വിഭാഗം ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു. 17 സീറ്റാണ് ലഭിച്ചത്. ഇതാണ് ഏറ്റവും അവസാനത്തെ മഹാരാഷ്ട്രയുടെ കണക്ക്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണെങ്കിൽ ഒപ്പം പ്രധാനമായി നിൽക്കുന്നത് ശരത് പവാറാണോ അജിത് പവാറാണോ, NCP, പ്രധാനപ്പെട്ട NCP എന്നാൽ ആരാണ്, ശിവസേന എന്നാൽ ഉദ്ധവ് താക്കറെയാണോ അതോ ഏക്നാഥ് ഷിൻഡെ ആണോ? ഈ മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നത്. ഉറപ്പാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കിരൺ തുടരുക. നമ്മൾ ഇനി ജാർഖണ്ഡിലെ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡിലെ 38 മണ്ഡലങ്ങൾ ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ്. 528 സ്ഥാനാർത്ഥികളാണ് 2ാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത്. ഝാർഖണ്ഡിൽ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 38 സീറ്റുകളിൽ 18 സന്താൽ പർഗാന മേഖലയിലാണ്. JMMന്റെ ശക്തി കേന്ദ്രം. ഇവിടെ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ തവണ 18-ൽ 14 സീറ്റും നേടാനായി. JMM 9 സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് 5 സീറ്റുകളിൽ വിജയിച്ചു. 4 സീറ്റുകൾ BJPക്ക് ലഭിച്ചു. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി ബർഹേത്തിൽ നിന്ന് മത്സരിക്കുന്ന നിലവിലെ മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ്. ഗമാലിയൻ ഹെംബ്രോമിനെയാണ് BJP സോറിനെതിരെ ഇറക്കിയിരിക്കുന്നത്. 2ാം ഘട്ട ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഹേമന്ത് സോറന് ഒരു കുടുംബകാര്യം കൂടിയാണ്. ഖാണ്ടയിൽ ഹേമന്ത് സോറന്റെ ഭാര്യയും JMM സ്ഥാനാർത്ഥിയുമായ കൽപ്പന സോറൻ മത്സരിക്കുന്നു. മുനിയ ദേവിയാണ് BJP സ്ഥാനാർത്ഥി. ദുംകയിൽ ഹേമന്ത് സോറന്റെ സഹോദരൻ ബസന്ത് സോറൻ BJP സ്ഥാനാർത്ഥി സുനിൽ സോറനെ നേരിടും. ഹേമന്തിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സീതാ സോറൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജമാ സീറ്റിലാണ്. ദൻവാറിൽ JMMലെ നിസാമുദ്ദീൻ അൻസാരിയെയാണ് BJPയുടെ ബാബുലാൽ മറാണ്ടി നേരിടുന്നത്. 1ാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി 2ാം ഘട്ടത്തിൽ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം കുറവാണ്. 38 മണ്ഡലങ്ങളിൽ 27 ജനറൽ സീറ്റുകളാണ്. 8 പട്ടികവർഗ വിഭാഗത്തിനും 3 പട്ടികജാതി വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. 472 പുരുഷന്മാരും 55 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് 2ാം ഘട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇതിൽ 73 പേർ ദേശീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നു. 28 പേർ സംസ്ഥാനതല പാർട്ടികളിൽ നിന്നുള്ളവരും 257 പേർ സ്വതന്ത്രരുമാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു തുടരുന്നുണ്ട് മാജിക് വാളിന് മുന്നിൽ നിന്ന്. കിരൺ, ജാർഖണ്ഡിലേത് JMM BJP പോര് തന്നെയല്ലേ പ്രകടമാവുക, ശ്രദ്ധേയമാവുക? അതുതന്നെയാണ്. അവിടെയും യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വേഴ്സസ് NDA എന്ന് തന്നെ പറയാം. പക്ഷേ NDA-യെങ്കിലും BJP ആണ് എന്ന് തന്നെ പറയാം. JMM ആണ് അവിടെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. JMM-ഉം കോൺഗ്രസും RJD-യും
ഒക്കെ ചേരുന്ന ഒരു മുന്നണി നിൽക്കുന്നു, മറുഭാഗത്ത് BJP നിൽക്കുന്നു. ജാർഖണ്ഡിനെ സംബന്ധിച്ച് പലതവണ മുഖ്യമന്ത്രിമാർ മാറി മറിയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അത് രൂപപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായ ഒരു സംസ്ഥാനം കൂടിയാണ്. അവിടുത്തെയും പഴയ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് സമയക്കുറവുള്ള 2014 മുതൽ പരിശോധിക്കാം. 2014 അവിടെ തുടർച്ചയായ ഒരു 5 വർഷം രഘുബർ ദാസ് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും തുടർച്ചയായി 5 വർഷം ഇരിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. അവിടെ 81 സീറ്റുകളിൽ 37 സീറ്റുകൾ നേടിയത് BJP ആണ്. കോൺഗ്രസ് സഖ്യം JMM കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് JMMന് 19 സീറ്റുകളും കോൺഗ്രസിന് 6 സീറ്റുമാണ് ലഭിച്ചത്. അവർക്ക് 25 സീറ്റ് വെച്ചു. ബാക്കി പാർട്ടികൾ JVM 8, മറ്റുള്ളവർക്ക് 6 സീറ്റൊക്കെയാണ്. അവിടുത്തെ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയന് 5 സീറ്റ്. അതൊക്കെ അവിടുത്തെ നിർണായകമായ ഒരു പാർട്ടി തന്നെയാണ്. അവിടുന്ന് BJPയുടെ ഭരണമായിരുന്നു. BJPയുടെ ഭരണം കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ടതുണ്ട്. 2019 തെരഞ്ഞെടുപ്പാണ്. 2019 തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഫലം ഇങ്ങനെയാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 47 സീറ്റുകളോടുകൂടി അവരുടെ അധികാരത്തിലെത്തിയത് JMM കോൺഗ്രസ് RJD സഖ്യമാണ്. അതിൻ്റെ സഖ്യത്തിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. കോൺഗ്രസ് പ്ലസ് എന്ന ദേശീയതലത്തിൽ എഴുതുമ്പോഴും JMMന് 30 സീറ്റ്, കോൺഗ്രസിന് 16 സീറ്റ്, RJDക്ക് 1 സീറ്റ്. ഈ ഇങ്ങനെ 47 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അവർ അധികാരത്തിലേറിയത്. അന്ന് BJPക്ക് 25 സീറ്റുകൾ നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത്തവണയും അതേ രീതിയിൽ തന്നെയാണ് മത്സരം നടക്കുന്നത്. ഇന്ത്യ മുന്നണി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവിടെ ഹേമന്ത് സോറൻ രാജിവെക്കാനിടയായ സാഹചര്യവും അതിനുശേഷം ഒരുപാട് ഘടകങ്ങൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് എന്തായാലും കിരൺ ബാബുവാണ് മാജിക് വാളിനും ചേർന്നത്. ഇനി പഞ്ച് ഡയലോഗിലേക്കാണ് 2, 1, 3. LDFും UDFും തമ്മിലുള്ള ബന്ധത്തെ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് കേൾക്കാം ഇനി. മത്സരല്ലേ, കിസ് ഓഫ് ലവ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വഖഫിന്റെ വഖഫ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിലും ആർട്ടിക്കിൾ 370 CAA ഒക്കെ മത്സരല്ലേ. ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള മത്സരമാണല്ലോ എപ്പോഴും നടക്കുന്നത്. ബാക്കിയുള്ളവരുടെ എന്ത് പ്രശ്നം വന്നാലും ഈ രണ്ട് മുന്നണികൾക്കും പ്രശ്നമില്ലല്ലോ. കിസ് ഓഫ് ലവ്, അതാണ് BJPയുടെ ആരോപണം. ഓക്കെ, അപ്പോൾ ഈ കാഴ്ചയോടുകൂടി 2, 1, 3 പൂർത്തിയാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ്.